ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ചാനൽ ഓളവും താളവും. അപ്പോൾ ഗൈസ്, ഇന്ന് രണ്ടുപേരും നല്ല ഓണായിട്ട് നല്ല പൊളി വൈബായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഇന്നത്തെ പൂക്കളം നോക്കാം. കമോൺ. ചാച്ചുക്കുട്ടനും കുക്കുട്ടനും പൂക്കളിടുന്നതിൻ്റെ അഭിപ്രായത്തിലാണ്. അങ്ങനെ പൂവിടുവമായി, ഇങ്ങനെ പൂവിടാമായി എന്ന് പറഞ്ഞിട്ട് കുക്കുതേ അവിടെ നിൽക്കുന്നുണ്ട്. ചാച്ചു എന്തൊക്കെയാ പറഞ്ഞ് നൈസായിട്ട് ഓടിട്ടോ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ രണ്ടാളും കൂടെ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് നോക്കാം. മറ്റേ പൂക്കൾ എന്താവും നമുക്ക് നോക്കാം ഗൈസ്. വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ചാച്ചോട്ട വന്നിട്ടുണ്ട് ഗൈസ്. ചാച്ച വന്നിട്ട്, അമ്മേ ഇത് എന്തൊക്കെയാ അമ്മ ചെയ്യുന്നത്, ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ലേ യോ നടിച്ചിട്ട് ഒരു പോസ് തന്നിട്ട് ചാച്ചിന്റെ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. കുക്കുതേ സ്റ്റൈൽ ബോഡിയൊക്കെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ മൂക്ക് കയറി പോകുന്നുണ്ട് കള്ളൻ. അങ്ങനെ ഗൈസ്, അടുത്ത് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ഇന്നത്തെ പൂക്കളം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് യെല്ലോ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ചാച്ചു അവിടെ നല്ല വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണലിട്ടയിലൊക്കെ ചരലിട്ടയിലൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് കളിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ചാച്ചുവിൻ്റെ അടുത്ത് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ? നമുക്ക് നോക്കാം ചാച്ചു പാട്ട് പാടാന്നുള്ളത് നോക്കാം. ചാച്ചുട്ടാ ഒരു പാട്ട് പാടി തരുവാടാ. അവനൊരു മൈൻഡില്ല. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കില്ല. നിങ്ങൾ രണ്ടെണ്ണം ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആണ്. അപ്പൊ ഗൈസ്, പൂക്കളം സ്റ്റാർട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ചാച്ചു എവിടെ ഇരുന്ന് നമുക്കൊരു പാട്ട് പാടി തരുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, സ്കൂളിൽ പഠിച്ച എന്തൊക്കെയാ പാട്ടൊക്കെ അവിടെ എടുത്തിടുന്നുണ്ട്. യെസ്. അപ്പൊ നമ്മൾ നല്ല ചാണകമൊക്കെ നല്ല വൃത്തിയായി തേച്ച് അതിലേക്ക് നമ്മൾ പൂ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇനി ഏതിടും? യെസ്, എല്ലാ ദിവസവും നമുക്കൊരു കൺഫ്യൂഷൻ ആണല്ലോ ഗൈസ്. അപ്പൊ ഞാനത് അടുത്ത കളർ പൂവൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മളത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതൊക്കെ പൂവാണ് പറിച്ചത്? ആയ് വാവ്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച ഉണ്ട്. തെച്ചിന്ന് പൂമ്പാറ്റ തേൻ കുടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ പൂമ്പാറ്റ അടക്കം പറഞ്ഞു ഗൈസ്. ചാച്ചുന്റെ മണ്ണ് വരെ തലേ കൂടെ പറയണം. ചാച്ചുട്ടാ. അപ്പോ നമുക്ക് ഇതാ ഗൈസ് അടുത്തത് തുടങ്ങാം എന്ന മട്ടിൽ. അപ്പൊ ഗൈസ്, എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ്, മറക്കരുത്. കണ്ടോ, ചാച്ചു എനിക്ക് പാട്ട് പാടി തരുന്നു ഗൈസ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പാട്ട് പാടുന്നത്? ഇല്ലല്ലോ. കാക്കേ കൂടെ എവിടെ എന്ന അതിമനോഹരമായ ഒരു കൊച്ചു സോങ് ആണ് ചാച്ചു എനിക്ക് പാടിത്തരുന്നത് ഗൈസ്. ചാച്ചു സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ട് കുറെ പാട്ടും കഥകളൊക്കെ ടീച്ചർ പറഞ്ഞ അതുപോലെ തന്നെ എനിക്ക് വന്ന് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അടുത്ത് നിന്ന് ആ കഥകളൊക്കെ കേൾക്കാൻ. നല്ല ക്യൂട്ടായിട്ട് അവൻ പറഞ്ഞു തരും. ഏട്ടൻ്റെ പാട്ടും കഥയും കേട്ടിട്ട് അനിയനും അത് അനുകരിക്കാറുണ്ട്. അനിയൻ ഏത് വഴി പോയി എന്നറിയില്ല ഗൈസ്. അനിയനിപ്പോ അച്ഛനെ തെരഞ്ഞു പോയിട്ടുണ്ടാവും. അത് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഈ പൂക്കളിടാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലോ ഗൈസ്. ഏത് കളർ ഇടും, എങ്ങനെ ഇടും? ഡെയിലി നമ്മൾ പൂ പറിച്ച് നമ്മുടെ പൂവൊക്കെ തീരാറായി. നമ്മൾ എന്ത് ചെയ്യും? പക്ഷെ ചെമ്പരത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പൂക്കൾസ് എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ ഇന്നത്തെ ചെമ്പരത്തി. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ചെമ്പരത്തൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയുന്നില്ല. ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് പൂവൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു വന്നിട്ട് ഇടുന്നവരാണല്ലോ അല്ലെ ഗൈസ് കൂടുതലും. ഇപ്പോഴൊക്കെ അതാണല്ലോ ഒരു ട്രെൻഡ്.
നമ്മൾ ഓണത്തിനടക്കം വീട്ടിലുള്ള പൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മൊത്തട്ടിരിക്കുന്നത്. അപ്പൊ കുക്കുച്ചേട്ടൻ വരുന്നുണ്ട്. കുക്കുച്ചേട്ടൻ വന്നു ഗൈസ്, കുക്കുച്ചേട്ടൻ വന്നു. കുക്കുച്ചേട്ടൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വരുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത്. ഏട്ടൻ അനിയനും കൂടെ ഏട്ടൻ നമുക്കത് ചെയ്യാം, നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്, എന്തൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഭാഷ ചില സമയത്ത് അവർക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഗൈസ് ഇതാ ചാച്ചുകുട്ടൻ തകർത്തി വേറെ എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കഥകളാണ്. അങ്ങനെ ചേച്ചി ഇത് ഒരു റൗണ്ട് ഇട്ടു, പിന്നെയും പോകുന്നുണ്ട് പൂ വെച്ചോടത്തേക്ക്. ഇനി അടുത്തത് ഏത് പൂക്കളിടാന്നുള്ള മട്ടില്. അപ്പോൾ അടുത്ത കളർ, അടുത്തത് ചെമ്പരത്തി തന്നെയാണ്. ചെമ്പരത്തി എടുത്തിട്ട് വരുന്നുണ്ട്. ചാച്ചു അവിടെ ഇരുന്ന് ഇരിപ്പാണ്. നാളെ എണീക്കുന്നില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ചാച്ചുവിനെ ബോറടിച്ച് ചാച്ചു അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ചിരി വരുന്നുണ്ട് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ. എനിക്ക് നല്ല ചിരി വരുന്നുണ്ട് ഗൈസ്, നല്ല ചിരി വരുന്നുണ്ട്. ഗൈസ് എല്ലാവരും ഓണൊക്കെ കളറാക്കിയോ ഉഷാറാക്കിയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ലൈക്സ് ആൻഡ് കമന്റ്സ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ വന്നിട്ട് എത്തി നോക്കുന്നുണ്ട്, ഇതൊക്കെ എന്താ സംഭവം. അയ്യോ എന്റെ മുഖം കാണുന്നുണ്ടല്ലോ എനിക്ക്. അങ്ങനെ ഗൈസ് നോക്കും, നല്ല സന്തോഷപ്പെട്ടോ. ഫേവറേറ്റ് ആണ്, നല്ല ഭംഗിയാണ് ഗൈസ്. അത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. ആ നാരങ്ങമേൽ നമ്മളത് കയറ്റി വിട്ടപ്പോൾ അതിലത്രയും നമുക്ക് ഇലകൾ പോലും കാണാത്ത അത്രയും പൂക്കളായിരുന്നു കേട്ടോ ഗൈസ്. അതിൽ അടിപൊളി പൂക്കളായിരുന്നേ, നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷെ പൂവിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാരങ്ങയിൽ ഒരു ഇല പോലും ഇല്ല. പക്ഷെ നമ്മൾ ആ പൂവിൻ്റെ ആ ഭംഗിയിലെ ഇല പോയതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ഇപ്പം മരം വെറുതെ അവിടെ ഇലയൊക്കെ പൊഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ആ മരം ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോ അടുത്ത വരി, അടുത്തതിൽ പീച്ച് കളറാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്ഥിരം മിട്ടു വന്നിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരിപ്പോൾ എന്താ കാണിക്കുന്നത്? ഞാനിപ്പോൾ കണ്ടതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു. ഇവർ രാവിലെ എണീക്കുന്നു, മുറ്റടിക്കുന്നു, ചണവും തേക്കുന്നു, പൂക്കളിടുന്നു. അവരിപ്പോൾ അതൊരു മനസ്സിലായിപ്പോൾ ബേസ്. കണ്ടില്ലേ, അതിൻ്റെ 4 പുറം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മാലച്ചെമ്പത്ത് തയ്ക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഉപ്പും അച്ഛനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവരെടുത്ത് ആ പണി നമ്മൾ അവർക്ക് കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. മാലച്ചെമ്പത്തി പൊട്ടിച്ചു തരാൻ പറഞ്ഞു. നമ്മൾ മാലച്ചെമ്പത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ലൈൻ കഴിയില്ല. അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ചാച്ചും പോയി, കൊക്കും പോയി, ഇപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ.
ഉള്ളൊരു സംഭവം തന്നെയാണ് നമുക്ക്. എനിക്ക് അവിടെ ഇരുന്ന് പൂക്കളിടാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ പൂക്കളം ഇസ് റെഡി. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോസ് ഫുള്ളിരുന്ന് കാണണം കേട്ടോ. ഇന്ന് കുറച്ച് പൂക്കളെല്ലാം തോന്നുന്നു. അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ലവ് ബേർഡ്സ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ലവ് ബേർഡ്സ് ആണ് കേട്ടോ. അവരവിടെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ദിവസം ഓടിപ്പോയി വീഡിയോ എടുത്തതാണ്. വാ, മഞ്ഞ, പച്ച, നീല, വാ, ഇനിയുണ്ട് ഗൈസ് ലവ് ബേർഡ്സ്. ആർക്കെങ്കിലും ലവ് ബേർഡ്സ് വേണോ? വേണ്ടവർ മെസ്സേജ് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുണ്ട്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ തെച്ചാണ്. അതിങ്ങനെ വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നതാണ്. ആഹാ, അന്തസ്, എന്തൊരു ഭംഗിയ. അതിൻ്റെ ചെറിയ തരം തെച്ചി. ഇത് നമ്മളെ പൂവിടാൻ വേണ്ടി എടുക്കുന്ന വെള്ളപ്പൂ. ജസ്റ്റ് നിന്റെ വീണ്ടും ഒന്നും എന്തായാലും നോക്കാൻ ഹെൽപ്പ് ചെയ്യാനൊന്നല്ല കേട്ടോ, വീഡിയോ നല്ല പൂക്കൾ എന്തായാലും നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമ്മുടെ പൂക്കളം റെഡി. അങ്ങനെ ചാച്ചും കുക്കൂതെ അവിടുന്ന് ഓടി തിരിച്ചു വരുന്നുണ്ട്. ക്ഷീണിച്ചു വരുന്നുണ്ട് രണ്ടാളും. കളിക്കാൻ പോയിരിക്കുന്നു ഗൈസ്, കളിക്കാൻ പോയിരിക്കുന്നു. കുക്കു വരുന്നത് കണ്ടില്ലേ? സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ചിട്ട് വരുന്നുണ്ട് കുക്കു. അപ്പൊ നമ്മുടെ മിട്ടുചേട്ടൻ കണ്ടില്ലേ അതിന്റെ മുകളില്? മിട്ടൊക്കെ ഭയങ്കര വികൃതിയാണ് കേട്ടോ. പൂക്കളിടുമ്പോ എപ്പോഴും അതിന്റെ മുകളിൽ നിന്നിട്ട് വികൃതി അടിക്കലാണ് അവന്റെ പണി. കണ്ടില്ലേ, മിട്ടുവിന്റെ കല്ലറയിലാണ് ചാച്ചുവിന്റെ ഇപ്പോഴത്തെ പണി. മിട്ടുവിനെ എറിഞ്ഞു വീഴ്ത്താനാണ് അവരുടെ പരിശ്രമം. അപ്പൊ നമ്മളങ്ങനെ മന്ദാരം കൊണ്ടുവന്നു. യെസ്, അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ എന്നുള്ള മട്ടിൽ നമ്മൾ പൂ പറിച്ച് അവിടെ ഇട്ടു. അപ്പൊ കുക്കു അവിടെ നിന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. അവൻ അമ്പും വില്ലും കൊണ്ട് പൂച്ചേനെ വീഴ്ത്തുന്നാണ് കേട്ടോ പറയുന്നത്. ഫോണിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കാറുണ്ട് കേട്ടോ ഓരോ ഡയലോഗ്. അതിന് നമ്മുടെ കോഴയമ്മയും കുട്ടികളെയും വന്നു. ഗൈസ് 3 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് എന്തോ പിടിച്ചു കൊണ്ടായി, പരുന്തോ കാക്ക എന്തോ പിടിച്ചു കൊണ്ടായി ഗൈസ്. ഇപ്പൊ 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഓവർ. എന്നത്തെയും പോലെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമായി ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓളവും താളവും. ബൈ.